കേട്ടാ അച്ഛൻ്റെ ഒന്ന് പറയോ പുറത്തെല്ലാം പോയെ? എവിടെയും കൊണ്ടുപോകില്ല. എന്താ പ്രജീഷേട്ടാ എപ്പോഴും ഈ കിടത്ത തന്നെയാണോ? പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് പുറത്തൊക്കെ പോകട്ടാ. വെറുതെ എപ്പോഴും ഇങ്ങനെ ഇരുന്നാലാ. അവർക്ക് കൊണ്ടുപോയി വല്ല ഫുഡൊക്കെ മേടിച്ചു കൊടുക്ക്. ഞാനും വരാം. റഫീഖേട്ടാ, ഇത് നിങ്ങളെ അച്ഛൻ അപമാനിച്ചതിന് തുല്യ. ഇവ എന്നെ ആക്കിയതായിരിക്കുമോ? ആ, അങ്ങനെയാണെങ്കിൽ എല്ലാം റെഡിയാവും. ഫുഡ് കഴിക്കാൻ പോവാം. വാ. ഓ, എന്തായാലും ഇവരെല്ലാരും കൂടെ ചേർന്ന് എനിക്കിട്ട് പണി തന്നതാണോ എന്താണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടെ പോയത് സാൽമിയിലുള്ള ബ്ലോക്ക് 10 ഷെഫ് പോയിന്റ് റെസ്റ്റോറൻറ്റിലാണ്. ഞങ്ങൾ എത്തിയ ഉടനെ തന്നെ വെൽക്കം ഡ്രിങ്കും എത്തി. പിന്നെ അപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഇവർ ഇവിടെ പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത റെസ്റ്റോറൻ്റാണിത്. നല്ലൊരു ആംബിയൻസ് ആണ്. ഫാമിലി ആയിട്ടും കുട്ടികളൊക്കെ ആയിട്ട് വന്നിരുന്ന് ഫുഡ് കഴിക്കാനും ഒക്കെ നല്ലൊരു ആംബിയൻസ് ആണ് ഞങ്ങൾക്ക് തോന്നിയത്. ഫുഡെല്ലാം അടിച്ചു കഴിഞ്ഞപ്പോൾ പ്രജീഷേട്ടനും ഫാമിലിയും എല്ലാം ഹാപ്പി, ഞാനും ഹാപ്പി. ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയത് ഒരുപാട് റെസ്റ്റോറൻറ്റുകളിൽ പോയിട്ടുണ്ടെങ്കിലും ഒരു വ്യത്യസ്തമായ ആംബിയൻസ് ആണ് അനുഭവപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും റെസ്റ്റോറൻറ്റ് ഓണർ ടിജുവേട്ടൻ വന്ന് ടാറ്റയും തന്നു. ഫുൾ ഹാപ്പി. ഫ്ലാഷ് ബാക്ക്. അച്ഛാ, റഫീഖേട്ടാ ഇപ്പം വിളിച്ചിനെ, ഇവിടെ വരും തന്നെ. ഇപ്പൊ വരുവാ? നമുക്ക് റഫീഖേട്ടന് ഒരു പണി കൊടുത്താലോ? എന്ത് പണി? അതൊക്കെ ഉണ്ട്, കട്ടൊക്കെ കൂടെ നിൽക്കും. യെസ്. ഓക്കെ ഓക്കെ.